അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാറുള്ള ഭാഗ്യമാ. ഈ 4 കാര്യം ചെയ്യുന്നതിലൂടെ നിന്നെക്കാളും ഭാഗ്യം ലഭിച്ച ഏത് മനുഷ്യനാ ലോകത്തുള്ളത്? ഈ 4 കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ഏത് മനുഷ്യനാ ഈ ലോകത്തുള്ളത്? ഒന്ന്, അവൻ ഉറങ്ങുന്നത് ഖത്തമോദിയിട്ടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത്. 2, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കിട്ടിയിട്ടാ ഉറങ്ങുന്നത്. 3, ഹജ്ജിന്റെ പ്രതിഫലം തന്നെ സ്വർഗ്ഗമാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗ്ഗമാ. അമ്മയുടെ പ്രതിഫലം ഉംറ ചെയ്തവന് അവനും പ്രതിഫലം സ്വർഗ്ഗമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. ആ രാത്രി മരിച്ചാ അവന് സ്വർഗ്ഗമല്ലാതെ വേറെന്തുണ്ട് സഹോദരാ? അല്ലാഹുവേ, 10 സ്വലാത്ത് പറയുന്നതിലൂടെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന അവസരമാ. പ്രവാചകന്റെ ശഫാഅത്ത് പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ഈ 4 കാര്യം ചെയ്തിട്ട് കിടക്കുന്ന രാത്രിയാണ് മലക്കുൽ മൗത്ത് അസ്റായീലിനെ കണ്ടുമുട്ടുന്നതെങ്കില് നിന്നെക്കാളും ഭാഗ്യവാനാരാ? പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ. ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരു അതിഥി വരും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, ഒന്നുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ നീ കിടന്നുറങ്ങുന്ന രാത്രിയാട് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ ഒരു അതിഥിയെ കൂടെ കാണാം. മരിക്കുന്നതിന് മുമ്പ് ഒരു അതിഥിയെ കൂടെ കണ്ടിട്ട് മരിക്കാ. ആരെയെന്നറിയോ? ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് ഇറങ്ങി വന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ട് ഒന്നുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങിയാ ഇബാദത്തിന്റെ കൂലിയാ. നീ ഉറങ്ങുന്നതും ഇബാദത്താണ്. ഒന്ന് മുറിയാതിരിക്കട്ടെ. നീ കിടക്കുമ്പോ ഒന്നുപെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ പലരും ചോദിക്കും, ഉസ്താദേ, ഭാര്യയെ തൊട്ടാൽ ഒന്ന് മുറിയുമല്ലോ. മുറിയട്ടെ സഹോദരാ. ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ലല്ലോ. ഒന്ന് മുറിയുമല്ലോ. മുറിഞ്ഞു പോകട്ടെ, നിനക്കെന്താണ്? നീ കിടക്കുന്ന സമയത്ത് ഒന്നുകൂടിയാണ് കിടക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇബാദത്തിന്റെ കൂലിയാ. നിന്റെ ഉറക്കവും ഇബാദത്താ. തലയുടെ ചുവട്ടിലും മലക്ക് നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. സുബ്ഹി വരെ ഒരു മലക്ക് നിന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത്, അല്ലാഹുവേ, ഇബാദത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാനാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മറക്കാതെ ഇന്ന് മുതൽ ഞാനും മുറുകെ പിടിക്കണം, നിങ്ങളും മുറുകെ പിടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ഒരു ദുആ, കോടാനി 150 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ പഠിക്കാം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹുവേ, കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ദുആ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഒറ്റ രാത്രി കൊണ്ട് കോടികളുടെ നന്മ കിട്ടാൻ